താങ്കളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാളും കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്, താങ്കളെ ആരാധിക്കുന്ന ഒരാളാണ്, താങ്കളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. നോക്കാരാണെന്ന്. ഹായ് അച്ചായ. അച്ചായ, ഒരൊറ്റ ചോദ്യം മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ വിട്ടുപോയതാണ്, കുറച്ചൊരു തമാശയുണ്ട്. അച്ചായൻ്റെ ഈ ഒരു ശരീരഭാഷയും അതേസമയം തന്നെ അച്ചായൻ്റെ നിലപാടുകളും ഏതാണ്ട് ഒരേ സമയം ഒരേ രീതിയിൽ വരുന്ന ഒരു വലിയൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇംഗ്ലീഷിൽ ജുഗർ നോട്ട് എന്നൊക്കെ പറയുന്ന പോലെ അച്ചായൻ ഇത് ബോധപൂർവം ഇങ്ങനെ നിലനിർത്തുന്നതാണോ? ശരീരഭാഷ, സംസാര ഭാഷ, രൂപം ഇതെല്ലാം ഒരു പൊരുത്തമുള്ള സംഭവമാണെന്ന്. ഫക്രുദ്ദീൻ ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്, താങ്കളെ അടുത്ത് നിന്ന് ആരാധിക്കുന്നതാണ്. വളരെ ബോധപൂർവം ഉണ്ടാക്കിയതാണോ ഇതൊക്കെ? എനിക്ക് മുഖംമൂടിയില്ല ബ്രിട്ടാസ്, സത്യം മുഖംമൂടിയില്ല. ഞാനിപ്പം ഈ പിള്ളേർ ഇവിടെ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ തുറന്നു പറയും, എനിക്ക് അതിനകത്ത് ഒളിച്ചു ഇടപാടൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എൻ്റെ മുമ്പിൽ, രാഷ്ട്രീയമായി ഞാൻ ഒളിച്ചു വെക്കാൻ പറയാം. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ, സത്യത്തിനും അപ്പുറത്ത് അവരുടെ ഒരു 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 നിലനിൽപ്പിൻ്റെ പ്രശ്നം അവർക്കുണ്ട്. ആ നിലനിൽപ്പിന് എൻ്റെ ഈ സ്വഭാവം ഗുണകരമല്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ മാണി സാറിന് കൊടുത്തില്ല, ഞാൻ ഏറ്റവും എതിർത്ത ആളും ഞാനും കൂടെ യോജിച്ചു പോവുക. അദ്ദേഹത്തോട് യോജിപ്പിന് വേണ്ടി ഞാൻ സംസാരിച്ച് 2 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഒറ്റ കണ്ടീഷൻ, ഞാൻ കാണുന്ന കാര്യങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കും. ആരെങ്കിലും കട്ടുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ പത്രക്കാരോട് തന്നെ പറയും, ഒളിച്ചു വെക്കില്ല, അതിലെന്നെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹം എന്ത് പറഞ്ഞു? 100% അനുകൂലിച്ചിരിക്കുന്നു. ഇന്ന് വരെ അദ്ദേഹം ഈ കാര്യങ്ങൾ എന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ അദ്ദേഹം ആകെ പറഞ്ഞു, നയപരമായ കാര്യങ്ങൾ പറയുന്നെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണം. അപ്പോൾ നയപരമായ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ, അതാണ് സത്യം. പി സി ജോർജിനെ മൂപ്പർക്ക് പേടിയണം. എന്തിനു പേടിക്കണം? അദ്ദേഹം പേടിക്കുന്നത് എന്തിനാ? അദ്ദേഹം വളരെ ഏറ്റവും സീനിയറായ നേതാവല്ലേ, പേടിയൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഈ സീനിയറായ നേതാവിനെ തലങ്ങും വിലങ്ങും എത്രയോ കാലം അടിച്ചു. കണ്ടോ, ഈ ബ്രിട്ടാസ് സൈഡായി പോകുമല്ലോ. തലങ്ങും വിലങ്ങും അദ്ദേഹം എന്നെ അടിച്ചെന്ന് പറയും. തലങ്ങും വിലങ്ങും ചതുരത്തിലും വടിവിലും എനിക്കിട്ടെന്തടിച്ചു, അത് പറയാത്ത എന്താ? താങ്കളെ മാണി സാറ് ചവിട്ടിക്കൂട്ടി മൂലയിലേക്ക് ഒതുക്കിയോ? ഞാനങ്ങനെ ഒതുങ്ങുന്നതിനല്ലാത്തതുകൊണ്ട് ഒതുക്കിയില്ല, ഒതുക്കാൻ ശ്രമിച്ചു. മീനച്ചി താലൂക്ക് 2 നിയമവെള്ള, പൂഞ്ഞാറും പാലായും. ആ മീനച്ചി താലൂക്കിൽ 2 നിയമവെള്ളത്തിൽ 1 നിയമവെള്ളത്തിലായ പൂഞ്ഞാറ് നിന്നുകൊണ്ടാണ് ഞാൻ ജയിക്കുക. പരസ്പര ബഹുമാനത്തോടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ മാണി സാർ തയ്യാറാണെങ്കിൽ ഞാൻ മാണി സാറിൻ്റെ കൈപിടിക്കാൻ തയ്യാറാണ്. മറിച്ച് എന്നെ രാഷ്ട്രീയമായി വകവരുത്താനാണ് മാണി സാർ ചിന്തിക്കുന്നതെങ്കിൽ അതിനെന്നെ കിട്ടില്ല. അതാണോ പി സി ജോർജ് പറയുന്നതിന് മലയാള ഭാഷ? ഞാൻ ആ അർത്ഥത്തിൽ അല്ല പറഞ്ഞത്. സ്നേഹത്തിൽ പോണ സ്നേഹം, മാന്യമായി പോകും. നിങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് എത്ര കാലം ഉണ്ടായിരുന്നു? ശത്രുത 78, 80, ഇപ്പോൾ 2011 വരെ. 2011 വരെ. ഓഹ്, എന്തൊരു നീണ്ട കാലത്തെ നീണ്ട ചീത്ത വിളിയായിരുന്നു, നീണ്ട ചീത്ത.